അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപകാരപ്രദമായ അറിവ് എന്ന വിഷയത്തിൽ 37ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ജാഅ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല ശാമി. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് അഥവാ സിറിയയിലേക്ക് ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് ചെന്നു. ലി യതഫഖദ ഹവാലിൽ ജയ്ഷി, സൈന്യത്തിൻ്റെ സ്ഥിതി വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, സൈന്യത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചെന്നു. ഫൽതഖ മഅ ഖായിദിൽ ജയ്ഷ്, അദ്ദേഹത്തിൻ്റെ കൂടെ സൈന്യാധിപൻ, സൈന്യത്തിൻ്റെ നായകൻ സയ്യിദുന അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൂടെ കണ്ടു. അവർ രണ്ടുപേരും കൂടിയാണ് സൈന്യത്തെ കാണാൻ പോയത്. വഹീന ഹാന മൗഇദുൽ ഗദാഇ, അങ്ങനെ പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമായി. രാവിലെ ഭക്ഷണം കഴിക്കാൻ സമയമായി. കാല സയ്യിദുന അബൂ ഉബൈദ, അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവേ, അമീറുൽ മുഅ്മിനീൻ, അതൗക്കുലു മിൻ ത്വആമിൽ ജയ്ഷി അം മിൻ ത്വആമി ഖായിദിൽ ജയ്ഷി, നിങ്ങൾ സൈന്യത്തിൻ്റെ ഭക്ഷണമാണോ കഴിക്കുന്നത്, അതല്ലെങ്കിൽ സൈന്യാധിപൻ്റെ ഭക്ഷണമാണോ കഴിക്കുന്നത്, ഏത് ഭക്ഷണമാണ് താങ്കൾക്ക് വിളമ്പേണ്ടത് എന്ന് ചോദിച്ചു. ഫഖാല സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ ചോദിച്ചു, അറാഹാദ വഹാറ അറാഹാദ, ഇതും കാണിക്കുക അതും കാണിക്കുക, സൈന്യത്തിൻ്റെ ഭക്ഷണം എനിക്ക് കാണിച്ചോണ്ട, സൈന്യാധിപൻ്റെ ഭക്ഷണവും കാണിച്ചോണ്ട എന്ന് പറഞ്ഞു. ഫറഅ ത്വആമുൽ ജയ്ഷി, അങ്ങനെ അദ്ദേഹം സൈന്യത്തിൻ്റെ ഭക്ഷണം കണ്ടു. ഫൈദാ ബിഹിൽ ലഹമു വൽ മറഖു വസരീദു, അതിൽ മാംസമുണ്ട്, കറിയുണ്ട്, റൊട്ടിയുണ്ട്. ഇതെല്ലാം അടങ്ങിയ നല്ല സമ്പുഷ്ടമായ ഭക്ഷണമായിരുന്നു സൈന്യത്തിൻ്റെത്. സുമ്മ ഖാല, പിന്നീട് അദ്ദേഹം പറഞ്ഞു, അറ ത്വആമ ഖായിദുൽ ജയ്ഷ്, ഖായിദുൽ ജയ്ഷിൻ്റെ സൈന്യാധിപൻ്റെ ഭക്ഷണം എനിക്ക് കാണിച്ചു താ എന്ന് പറഞ്ഞു. ഫ ജി അബിഹി, അങ്ങനെ അത് കൊണ്ടുവരപ്പെട്ടു. ഫൈദാഹുവ, അപ്പോൾ അത് കസ്റാത്ത് മിനൽ ഖുബ്സ്, കുറച്ച് പത്തിരി കഷ്ണങ്ങളായിരുന്നു. അൽ യാബിസി, ഉണങ്ങിയ കുറച്ച് പത്തിരിയുടെ കഷ്ണങ്ങൾ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. കൂടെ വക്കൂബു മിനൽ ലബൻ, ഒരു കപ്പ്, ഒരു ഗ്ലാസ് പാലും അതായിരുന്നു ഉണ്ടായിരുന്നത്. കാല, അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, ഹാദാ ത്വആമു ഖായിദിൽ ജയ്ഷ്, ഇതാണോ സൈന്യാധിപൻ്റെ ഭക്ഷണം? പാലു, അവരെല്ലാവരും പറഞ്ഞു, സൈന്യത്തിൻ്റെ അവിടെ നേതാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടി പറഞ്ഞു, ഞാൻ അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. ഫഖാല, അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ, സത്യം പറഞ്ഞിരിക്കുന്നു, മൻ സമ്മാക്ക, നിനക്ക് പേരിട്ടവൻ, അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ വിശ്വസ്തൻ എന്ന് താങ്കൾക്ക് പേരിട്ടില്ലേ, ആ പേരിട്ടയാൾ സത്യമാണ് പറഞ്ഞത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇന്നത്തെ കാലത്തൊക്കെ ചിന്തനീയമായ കാര്യമാണത്. സൈന്യത്തിനൊരു ഭക്ഷണവും സൈന്യാധിപനൊരു ഭക്ഷണവും ഒരുക്കുന്ന സ്ഥലങ്ങളിൽ സൈന്യത്തിന് കിട്ടുന്നത് എന്താണ്, സൈന്യാധിപന് കിട്ടുന്നത് എന്താണെന്ന് ഊഹിച്ചാൽ മാത്രം മതി.
റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്മാരായ ആളുകൾക്ക് എല്ലാം വലിയ പദവി സ്വർഗത്തിൽ നൽകിയാതിരിക്കട്ടെ. നമുക്കും സ്വർഗത്തിൽ അവരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാനുള്ള അവസരവും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.